ജൂൺ 6 വിശുദ്ധ നോർബർട്ട്. റോമാ സാമ്രാജ്യത്തിലെ ജർമ്മനിയിൽ സാൻഡേൺ പട്ടണത്തിലാണ് 1080 നോർബർട്ട് ജനിച്ചത്. ജനഫ് കൊട്ടാരത്തിലെ പ്രഭുവായിരുന്ന ഹെറിബർട്ടായിരുന്നു നോർബർട്ടിൻ്റെ പിതാവ്. അമ്മ ലുറൈൻ രാജവംശത്തിൽ പറഞ്ഞ ഹാഡ്വിജുസും. നോർബർട്ടിൻ്റെ പിതാവും സഹോദരങ്ങളും കുരിശുയുദ്ധത്തിൽ മരിച്ചു. അമ്മയുടെ ഏക ആശ്രയമായിരുന്നു നോർബർട്ട്. എങ്കിലും അവൻ്റെ ആഗ്രഹമനുസരിച്ച് വൈദികനാകാൻ അമ്മ സമ്മതം നൽകി. വൈദിക പഠനം പൂർത്തിയാക്കിയെങ്കിലും നോർബർട്ട് പൗരോഹിത്യം സ്വീകരിക്കാതെ ഡീക്കൻ പദവിയിൽ തുടർന്നു. പുരോഹിതനാകാതെ തന്നെ നോർബർട്ടിനെ സാൻഡേൺ ദേവാലയത്തിലെ കാനൻ ആയി നിയമിച്ചു. കത്തീഡ്രൽ ദേവാലയങ്ങളിലെയും മറ്റു ചില പ്രത്യേക ദേവാലയങ്ങളിലെയും ആത്മീയ ശുശ്രൂഷകൾക്കും ഭരണകാര്യങ്ങൾക്കുമായി നിയമിക്കപ്പെടുന്നവരാണ് കാനനികൾ എന്ന് അറിയപ്പെടുന്നത്. 12 അതിലധികമോ കാനനികൾ എല്ലാ ദേവാലയങ്ങളിലുമുണ്ടാകും. ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ലഭിച്ചിരുന്ന അവരുടെ അക്കാലത്തെ ജീവിതം ലൗകികത നിറഞ്ഞതായിരുന്നു. കാനൻ ആയുള്ള തൻ്റെ ജീവിതം സമൂഹത്തിൽ മാന്യസ്ഥാനവും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിനുള്ള ഒരു മാർഗവും ആയി മാത്രമേ നോർബർട്ട് കണ്ടുള്ളൂ. നോർബർട്ടിൻ്റെ പ്രവർത്തന മികവിൽ ആകൃഷ്ടനായ കൊളോൺ മെത്രാപ്പൊലീത്ത നോർബർട്ടിനെ തൻ്റെ ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു. അതോടെ നോർബർട്ട് കൂടുതൽ സുഖലോലുപനായി മാറി. 1106 അദ്ദേഹം ഹെൻറി 5 ചക്രവർത്തിയുടെ ചാപ്പളയിനും ഉപദേഷ്ടാവുമായി നിയമിതനായി. ആ നാളുകളിൽ ചക്രവർത്തിയും പാസ്കൽ 2 മാർപ്പാപ്പായുമായുള്ള ഭിന്നത രൂക്ഷമാവുകയും ചക്രവർത്തി മാർപ്പാപ്പായെ തടവിലാക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച നോർബർട്ട് മാർപ്പാപ്പായെ സന്ദർശിച്ച ശേഷം കൊട്ടാരത്തിലെ തൻ്റെ പദവികളെല്ലാം രാജിവെച്ച് കൊളോണിലെ രൂപതാ കേന്ദ്രത്തിലേക്ക് തിരികെ പോയി. ഹെൻറി രാജാവ് കാംബ്ര രൂപതയുടെ മെത്രാൻ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും നോർബർട്ട് അത് സ്വീകരിച്ചില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് നോർബർട്ടിൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച സംഭവം നടന്നത്. ഒരു ദിവസം അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്യവേ ശക്തമായ കാറ്റും മിന്നൽ പിണരുകളുമുണ്ടായി. കുതിരപ്പുറത്തു നിന്ന് താഴെ വീണ നോർബർട്ട് ബോധരഹിതനായി. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായ ജീവിതം നയിക്കുന്നത് എന്ന് ദൈവം ചോദിക്കുന്നതിനായി നോർബർട്ടിന് തോന്നി. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നോർബർട്ട് ചോദിച്ചു. തിന്മയിൽ നിന്ന് തിരിഞ്ഞ് നന്മ ചെയ്യുക, സമാധാനം അന്വേഷിക്കുക, അതിനെ പിൻചെല്ലുക. നോർബർട്ടിന് ഉത്തരം ലഭിച്ചു. ഈ അനുഭവം നോർബർട്ടിനെ ആഴമായ മാനസാന്തരത്തിലേക്ക് നയിച്ചു. എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച അദ്ദേഹം കൊളോണിന് വടക്കുവശത്തുള്ള സീബർഗിലെ ആശ്രമത്തിലെത്തി 3 വർഷം നിരന്തരമായ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും ജീവിച്ചു. 1115 ഡിസംബർ മാസത്തിൽ നോർബർട്ട് കൊളോൺ മെത്രാപ്പൊലീത്തായിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. തൻ്റെ ജന്മദേശമായ സാൻഡേണിലെ ദേവാലയത്തിൽ അദ്ദേഹം ബലിയർപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ മാനസാന്തരപ്പെട്ട ഫാദർ നോർബർട്ടിനെ ലൗകിക ജീവിതത്തിൽ തൽപരരായിരുന്ന അവിടുത്തെ കാനനികൾ സ്വീകരിച്ചില്ല. കാനനികളുടെ ജീവിത നവീകരണത്തിന് വേണ്ടിയുള്ള നോർബർട്ടിൻ്റെ തീക്ഷ്ണമായ പ്രബോധനങ്ങൾ അവർ തള്ളിക്കളഞ്ഞു. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട അദ്ദേഹം തൻ്റെ സമ്പത്തെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത ശേഷം സാൻഡേണിൽ നിന്ന് യാത്രയായി. 2 വർഷം ആശ്രമങ്ങളിൽ താമസിച്ച് പ്രാർത്ഥിച്ച അദ്ദേഹം ദൈവിക പ്രേരണയാൽ സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. അനേകം മാനസാന്തരങ്ങളും അതോടൊപ്പം ശക്തമായ എതിർപ്പുകളും ഉണ്ടായി. 1118 ഗലേഷ്യൻ 2 മാർപ്പാപ്പായെ സന്ദർശിച്ച ഫാദർ നോർബർട്ട് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. മാർപ്പാപ്പ അദ്ദേഹത്തിന് എല്ലായിടത്തും പ്രസംഗിക്കുവാനുള്ള അനുവാദം നൽകുകയും മിഷണറി അപ്പസ്തോലിക്കയായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. നോർബർട്ടിൻ്റെ പഴയകാല സുഹൃത്തായിരുന്ന കാംബ്രയിലെ മെത്രാനെ അദ്ദേഹം ഒരു ദിവസം സന്ദർശിച്ചു. മെത്രാൻ്റെ സെക്രട്ടറിയായിരുന്ന ഫാദർ ഹ്യൂം നോർബർട്ടിൻ്റെ ജീവിതത്തിൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തോടൊപ്പം ചേർന്നു. പിന്നീട് അവർ ഇരുവരും ഒരുമിച്ച് ചേർന്നായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം. മാർപ്പാപ്പ നോർബർട്ടിനെ ലാവോണിലെ വിശുദ്ധ മാർട്ടിൻ്റെ ആശ്രമത്തിൽ ആബട്ടായി നിയമിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് കാനനികളുടെ ജീവിതം നവീകരിക്കാനായിരുന്നു മാർപ്പാപ്പായുടെ ഉദ്ദേശം. എന്നാൽ അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ കാനനികളുടെ എതിർപ്പ് മൂലം അവിടെ നിന്ന് മാറാൻ നോർബർട്ട് ആഗ്രഹിച്ചു. എന്നാൽ ലാവോണിലെ മെത്രാൻ സമ്മതിച്ചില്ല. ദൈവഹിതമറിയാൻ
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. വെള്ള വസ്ത്രം ധരിച്ച് സന്യാസികളുടെ മധ്യയെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മ പറഞ്ഞു, മകനെ, ഈ വസ്ത്രം സ്വീകരിക്കുക. നിന്റെ സഭയുടെ അടിസ്ഥാനം ഇവിടെയായിരിക്കട്ടെ. തുടർന്ന് ലാവോണിലെ മെത്രാൻ ആ ആശ്രമം വിലയ്ക്ക് വാങ്ങി നോർബർട്ടിനെ ഏൽപ്പിച്ചു. കൂടുതൽ ശിഷ്യന്മാർ എത്തി. ആശ്രമത്തിൻ്റെ ഉത്തരവാദിത്വം ഫാദർ ഹ്യൂവിനെ ഏൽപ്പിച്ചിട്ട് ഫാദർ നോർബർട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പോയി. ശിഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ്റെ നിയമാവലി അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഈ സഭ പ്രിമോൺത്രയിലെ കാനൻ റെഗുലേഴ്സ് എന്ന പേര് സ്വീകരിച്ചു. നോർബർട്ടൈൻസ് എന്ന പേരിലാണ് പിന്നീട് അവർ അറിയപ്പെട്ടത്. പ്രസംഗിച്ചുകൊണ്ടും ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ടുമുള്ള ഫാദർ നോർബർട്ടിൻ്റെ യാത്ര തുടർന്നു. ഒരിക്കൽ ഇപ്പോഴത്തെ ബെൽജിയത്തിലുള്ള ആൻറ്റ്വേർപ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന ടാൻജം എന്ന പ്രസംഗകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും കണ്ടുമുട്ടി. വളരെ ക്രൂര സ്വഭാവക്കാരനായിരുന്ന അയാൾ ദിവ്യകാരുണ്യം തട്ടിയെടുക്കാനും അശുദ്ധമാക്കാനും രഹസ്യസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാനും തൻ്റെ അനുയായികളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. തൻ്റെ ശക്തമായ പ്രസംഗങ്ങളാൽ ഫാദർ നോർബർട്ട് അവരെ മാനസാന്തരപ്പെടുത്തി. ഉപേക്ഷിക്കപ്പെട്ട ദിവ്യകാരുണ്യങ്ങൾ കണ്ടെടുക്കുകയും അവ പ്രദക്ഷിണമായി സമീപത്തെ ദേവാലയത്തിൽ എത്തിക്കുകയും ചെയ്തു. 1126 ഫാദർ നോർബർട്ടും കൂട്ടരും റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഊർസ്ബർഗ് നഗരത്തിലൂടെ സഞ്ചരിച്ചു. അവിടെ നോർബർട്ട് ഒരു അന്ധയായ സ്ത്രീയെ സുഖപ്പെടുത്തി. പിശാചുക്കളെ പുറത്താക്കി പരസ്പരം കലഹിക്കുന്ന പ്രഭുകുടുംബങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിച്ചു. ഫാദർ നോർബർട്ടിൻ്റെ ആത്മീയതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ രൂപതയുടെ മെത്രാനായി നിയമിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടു. അധികാരികളോടുള്ള അനുസരണത്തെ പ്രതി നോർബർട്ട് മാഗ്ഡേബർഗ് രൂപതയുടെ മെത്രാനായി തീർന്നു. മരിക്കുന്നതുവരെ 8 വർഷത്തോളം മാഗ്ഡേബർഗ് രൂപതയുടെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്തു. പുരോഹിതർക്കിടയിലെ അധാർമികത ഇല്ലായ്മ ചെയ്യുന്നതിനും ഭിന്നത പരിഹരിക്കുന്നതിനും രൂപതാ ഭരണത്തെ ഭരണാധികാരികളുടെ ഇടപെടലിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നതിനും നോർബർട്ട് മെത്രാൻ കഠിനാധ്വാനം ചെയ്തു. സുവിശേഷം പ്രസംഗിക്കുക, ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നിവയൊക്കെ അദ്ദേഹം തീഷ്ണതയോടെ തുടർന്നു. 1134 മാർച്ചിൽ രോഗബാധിതനായ നോർബർട്ട് മെത്രാൻ ജൂൺ 6 സ്വർഗത്തിലേക്ക് യാത്രയായി. 1582 ജൂലൈ 28 ഗ്രെഗറി 13 പാപ്പ നോർബർട്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.